എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ യുഗങ്ങളെല്ലാം മാറി മറിഞ്ഞ് വിന്റർ സീസൺ ആയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്തിൻ്റെയോ പുറകെ രണ്ട് ടീമായിട്ട് ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടും എയ്സും ഒരു ടീം, ലൂഫി ആണെങ്കിൽ മറ്റൊരു ടീം. അവർ ലക്ഷ്യം വെച്ച് പിടിക്കാൻ ഓടിക്കുന്നത് മറ്റൊന്നിനെയല്ല, വലിയൊരു കരടിയെയാണ്. അവരുടെ ഇന്നത്തെ ലഞ്ചും ഡിന്നറും ഒക്കെ ഈ കരടിയാണ്. ലൂഫി ആണെങ്കിൽ അതിന്റെ മുൻപേ ഓടി വന്ന് അതിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. കരടിയാണെങ്കിൽ വലിയൊരു മല കണ്ട് പകച്ചു നിൽക്കുമ്പോൾ ലൂഫി അതിന്റെ തലയിലേക്ക് തന്നെ എടുത്ത് ചാടി അതിനെ ബോധം കെടുത്തി താഴെയിടും. ലൂഫിക്കാണെങ്കിൽ എന്തോ വലിയ റോക്കറ്റ് വിട്ട സന്തോഷമാണ്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ചെക്കൻ ഒറ്റയ്ക്ക് ഒരു സാധനത്തിനെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് എയ്സും ആളുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും ലൂഫി അഭിനന്ദിക്കും. അപ്പോഴായിരിക്കും അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ ടൈഗർ അതിപ്പോ അവരുടെ അടുത്തേക്ക് വരിക. ടൈഗറിന് ആവശ്യം ആ കരടിയെയാണ്. എയ്സ് വിളിച്ചു പറയും, ലൂഫി അവിടുന്ന് ഓടിക്കോ, അതിന്റെ അടുത്ത് ചെന്ന് പെട്ട അത് വലിയ അപകടമാണ്. ലൂഫിക്കാണെങ്കിൽ ഒരുപാട് പേടിയുണ്ട്. പക്ഷെ അപ്പോഴും അവൻ ആ കരടി തന്നെ ഇറുക്കി പിടിച്ചിരിക്കും. ടൈഗർ എടുത്തു ചാടി ഇപ്പൊ ലൂഫിയുടെ ക്ലോസ് എത്തി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അതിനോട് തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചതാണ് ഇതിനെ, സോ ദൂരെ പോ, ഞാൻ ഇതിനെ തരില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് അതൊക്കെ എടുത്ത് ഇപ്പൊ ലൂഫി വീശും. അതിനാ ടൈഗർ അത് സിമ്പിൾ ആയിട്ട് അതിന്റെ കൈ വെച്ച് ഇപ്പൊ ലൂഫി അടിച്ച് തെറിപ്പിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും റെഡിയാവും. അത് കണ്ട എയ്സും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ചേർന്ന് ലൂഫിയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുവരികയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലൂഫിക്കിപ്പോ ഭയങ്കര സങ്കടം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് അതിനെ പിടിച്ചതാണ്. ഉടനെ ഫ്രണ്ട് ആണെങ്കിൽ അവൻ ക്യാഷ്വലായിട്ട് പറയും, അത് കുഴപ്പമില്ല, നിനക്കിതല്ലെങ്കിൽ ഇതിലും വലിയ കരടിയെ പിടിക്കാനായിട്ട് പറ്റും, നീ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല, ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ലൂഫിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറ്റും പോലെ എൻകറേജ് ചെയ്യാണ്. അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ചും സമാധാനിപ്പിച്ചൊക്കെ അവര് ഹൈഡ് ഔട്ടിലേക്ക് തിരികെ എത്തും. ലൂഫിക്കാണെങ്കിൽ ഇത് ഭയങ്കര സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സ്നേഹത്തോടുള്ള വാക്കുകൾ അവനെന്ന് കേട്ടു. അവൻ മൂടിപ്പോതച്ച് കിടന്ന് ഇപ്പൊ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ അവര് മൂന്ന് പേരും ഒരേ ഒരു കപ്പലിൽ സെയിൽ ചെയ്ത് പോകുന്നൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്ത് സ്വപ്നം കണ്ട് ചിരിക്കാനായിട്ട് ആരംഭിക്കും. ഉടനെ എയ്സി ചോദിക്കും, നിനക്ക് എന്തു പറ്റി, ഭ്രാന്തായോ? അതിനവൻ പറയും, ഇല്ല, നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായി ഒരു ടീമായി കപ്പലിൽ സെയിൽ ചെയ്ത് പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൂടാ? നമുക്ക് ഈ ASL പൈററ്റ് ടീം അതിന് തന്നെ ബിൽഡ് ചെയ്തെടുത്തൂടെ? ഞാൻ നിങ്ങളുടെ പൈററ്റ് ക്യാപ്റ്റൻ, നിങ്ങൾ രണ്ടുപേരും എന്റെ ഇടത്തും വലത്തും എന്റെ സപ്പോർട്ടായിട്ട്. എയ്സിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. ഒരു കാരണവശാലും ഞങ്ങൾ രണ്ടുപേരും നിന്റെ ടീമിലൊന്നും ഉണ്ടാവില്ല. ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കപ്പലിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പൈററ്റായിട്ട് നിൽക്കാം. ആണെങ്കിൽ ലൂഫിക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ മൂന്ന് പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവസാനമായിട്ട് ലൂഫി പറയും, ഒരു കാര്യം ചെയ്യാം, നമ്മളിൽ മൂന്ന് പേരിൽ ആരാണോ ആ മോൺസ്റ്റർ ടൈഗർ അതിനെ തോൽപ്പിക്കുന്നത് അവരായിരിക്കും നമ്മുടെ ടീമിലെ ക്യാപ്റ്റൻ, ലീഡർ. അവർക്ക് രണ്ടുപേർക്കും ആ ഒരു ഐഡിയ അത് ഒരുപാട് ഇഷ്ടാവും. അങ്ങനെ നെക്സ്റ്റ് ഡേ അവര് മൂന്ന് പേരും ഇപ്പൊ ടൈഗറിനെ തോൽപ്പിക്കാൻ അങ്ങനെ സ്റ്റൈലായിട്ട് വരികയാണ്. അവരുടെ മുതുകിലാണെങ്കിൽ ഓരോ മീനിനെയും കെട്ടിവെച്ചിട്ടുണ്ട്. ഇൻ കേസ് ടൈഗർ അവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് മുൻപിൽ ഇട്ടുകൊടുത്ത് രക്ഷപ്പെടാനാണ് മീനിനെ മുതുകിൽ കെട്ടിവെച്ചിട്ടുണ്ടാവുക. ഉടനെ അവരുടെ തൊട്ടു മുൻപിലേക്ക് ഒരു കരടി അതങ്ങനെ ചാടി വീഴുകയാണ്. അതിനെ കാണുമ്പോൾ എയ്സിന് ഒരു ഐഡിയ തോന്നും, ഇതും ഓൾമോസ്റ്റ് ആ ടൈഗറിനെ പോലെ തന്നെ ജയന്റ് ആണ്, നല്ല പവറും ഉണ്ട്. ആദ്യം ഇതിനെ തല്ലിക്കൊന്ന് ഒന്ന് ട്രെയിനിങ് എടുക്കാം, പിന്നെ ആ ടൈഗറിനെ ഈസി ആയിട്ട് കൊല്ലാന്ന് പറഞ്ഞ് എയ്സ് ആണെങ്കിൽ ചാടി വന്ന് അതിനെ അറഞ്ച പുറഞ്ച അടിക്കും. എയ്സിന്റെ പിന്നാലെ ബാക്കിയുള്ള രണ്ട് കുരങ്ങന്മാരും ഇപ്പൊ ഓടി വന്ന് അതിനെ അടിക്കും. കരടി ആണെങ്കിൽ വമ്പം കലിപ്പില് അങ്ങനെ നമ്മുടെ ആൾക്കാരെ നോക്കി അലറി നിലവിളിക്കാണ്. അതിന്റെ അലർച്ച കേട്ട് നമ്മുടെ ആൾക്കാർ 100 110 ഓടും. അതിന്റെ പിന്നാലെ തന്നെ ആ കരടിയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു അപ്പൂപ്പൻ ആളാണെങ്കിൽ വലിയൊരു ചുറ്റിക എടുത്ത് ആ കരടിയുടെ തലയ്ക്ക് തന്നെ വലിച്ചെറിയും. ചുറ്റിക കൊണ്ട കരടിയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് അപ്പൂപ്പൻ നേർക്ക് വരികയാണ്. നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഓൾറെഡി ആ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. ആള് ഗ്രേറ്റ് ടെർമിനലിലുള്ള ഒരാളാണ്. കരടി ഓടി ഓടി ഇപ്പൊ അപ്പൂപ്പന്റെ ക്ലോസ് എത്തും. ഉടനെ അപ്പൂപ്പൻ കൈ കാണിച്ച് അതിനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൂപ്പൻ പറയും, നീ ജീവിക്കേണ്ടത് ഇവിടെയല്ല, കാട്ടിലാണ്, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് കരടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കാട്ടിലേക്ക് പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക്
ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരിപ്പോ ആ ഗ്രാൻഡ് പേയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഫിഷൊക്കെ ഇപ്പൊ ചുട്ടും കരിച്ചും ഫുഡായിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഉടനെ ആ ഗ്രാൻഡ് പ പറയും, ഞാൻ ആക്ച്വലി ഒരു പൈററ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ആരുടെയും കണ്ണിൽ പെടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ലൂഫി ഇതിനു മുൻപ് അവന്റെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് ഷാങ്ക്സിന്റെ കൂടെയാണ്. അവൻ ആ സ്റ്റോറി എല്ലാം അവരോട് പറയാൻ തുടങ്ങും. പക്ഷെ ഇവിടെ ഫ്രണ്ടിനാണെങ്കിൽ ഭയങ്കര സംശയം. അവൻ ഓൾറെഡി ഈ ഒരു ഗ്രാൻഡ് പേയെ ആ സിറ്റിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കുപ്പയൊക്കെ പെറുക്കി ആൾ അലഞ്ഞു തിരിയുന്നത് പലതവണ അവൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ ടീസ് ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതുമാത്രമല്ല ആ ബ്ലൂ ചാപ്പ് പൈററ്റ്സ് അവര് പോലും ഇദ്ദേഹത്തെ ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. ഉടനെ ലൂഫി കാഷ്വലായിട്ട് പറയും, പൈററ്റ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഷാങ്ക്സിനും ഏകദേശം ഇതേ ബിഹേവിയർ ആണ്. അദ്ദേഹം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. പക്ഷെ ഫ്രണ്ടിനാണെങ്കിൽ അപ്പോഴും അവന്റെ സംശയങ്ങളൊന്നും തീർന്നിട്ടുണ്ടാവില്ല. അവൻ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്രാൻഡ് പേയോട് ചോദിക്കും, അല്ല, ഒരു പൈററ്റായ നിങ്ങൾ എന്തിനാ ഈ കാട്ടിലൂടെ വെറുതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? അതിനാ ഗ്രാൻഡ് പ പറയും, നിങ്ങള് പൈററ്റ് കിങ് കോൾഡ് റോജറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ അവനെ ഫൈറ്റ് ചെയ്യാൻ പണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഫൈറ്റില് തോറ്റുപോയി. അങ്ങനെ എല്ലാവരും സ്പ്ലിറ്റായി ഓരോ ഭാഗത്തേക്ക് പോയി. എല്ലാവരും എന്നെ വിട്ടുപോയി. ഞാനിപ്പോ ഒറ്റയ്ക്ക് ഈ ഗതിയിലായി. കിങ് ഓഫ് പൈററ്റ് ആൾ വിചാരിക്കും പോലെ വെറും പവർഫുൾ ആയ ഒരാളല്ല, ഡബിൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ജയന്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെയൊന്നും ആർക്കും ഫൈറ്റ് ജയിക്കാനാവില്ല. ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹം തല്ലി മൃതപ്രാണനാക്കിയിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടാണ് ഞാനിപ്പോ ഈ നിലയിൽ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എയ്സിനാണെങ്കിൽ അവന്റെ പപ്പയെ കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ച് പേടിയും ടെൻഷനും ഒക്കെ തോന്നും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ആവേശം. കാരണം ലൂഫിയുടെ റോൾ മോഡലാണ് സാക്ഷാൽ കോൾഡ് റോജർ. കുഞ്ഞി ലൂഫിയുടെ കുഞ്ഞി തലയിൽ ഇപ്പൊ മറ്റൊരു കാര്യം ഓടും. ഇത്രയും പവർഫുൾ ആയ ഈ ഗ്രാൻഡ് പ ഒറ്റ കൈകൊണ്ട് ഒരു കരടിയെ പോലും ഇരട്ടി ഓടിച്ച ഇദ്ദേഹത്തിന് പോലും ആ കോൾഡ് റോജറിന് മുൻപിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ റോജറിന്റെ പവർ അത് എത്രയായിരിക്കും? ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന്റെ ചിന്തയും ചോദ്യമൊക്കെ കേട്ട് ചിരിക്കും. ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കോൾഡ് റോജറും അവന്റെ ടീമിലുള്ള മെമ്പേഴ്സും. അവർക്ക് പോലും ഭയങ്കര പവറാണ്. ഉടനെ എയ്സ് അവൻ പതിയെ എഴുന്നേറ്റ് മുൻപോട്ടേക്ക് നടന്നു പോകാൻ തുടങ്ങും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പൊ എയ്സിനെ തന്നെ നോക്കി നിൽക്കും. ഉടനെ ലൂഫി, ഞങ്ങൾക്കും ഏറ്റവും വലിയ ആഗ്രഹം വലിയൊരു പൈററ്റായി മാറണം എന്നതാണ്. സോ നാളെ മുതൽ നല്ലൊരു പൈററ്റായി മാറാനുള്ള ടിപ്സുകളൊക്കെ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുമോന്ന് ഇപ്പൊ നമ്മുടെ ലൂഫി ചോദിക്കും. അതിന് ഗ്രാൻഡ് പ പറയും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ട് എയ്സ് അവൻ സാക്ഷാൽ കോൾഡ് റോജറിന്റെ മകനാണ്. അത് കേട്ട് അവരങ്ങനെ ഫ്രീസ് ആവും. ഒരു കാരണവശാലും ഈ കാര്യം നിങ്ങൾ എയ്സിനോട് ചോദിക്കരുത്. അവനത് ഒട്ടും ഇഷ്ടമല്ല. അവനവന്റെ പപ്പയോട് തീരാത്ത വെറുപ്പാണ്. അതിന്റെ കാരണം എനിക്കറിയില്ല, പക്ഷെ അവന് വെറുപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ എയ്സിനെ ഓർക്കുമ്പോ ഭയങ്കര അഭിമാനം തോന്നും. അത്രയും വലിയ കോൾഡ് റോജറിന്റെ മകൻ എയ്സ്. അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഫ്രണ്ടും ലൂഫിയും അവർ രണ്ടുപേരും ഹൈഡ് ഔട്ടിലേക്ക് വരും. ഫ്രണ്ട് ലൂഫിയോട് ഇപ്പൊ പ്രോമിസ് ചെയ്ത് വാങ്ങിക്കും, ഒരു കാരണവശാലും അവന്റെ പപ്പയെ കുറിച്ച് അവനോട് ചോദിക്കരുത്. ലൂഫി അവന് പ്രോമിസ് ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ എയ്സിനെ കാണുമ്പോ അവൻ ആദ്യം ചോദിക്കുക, നിന്റെ പപ്പയാണല്ലേ സാക്ഷാൽ കോൾഡ് റോജർ? അദ്ദേഹത്തെ കാണാൻ എങ്ങനെയിരിക്കും? സുന്ദരനാണോ? നിന്നെ പോലെ തന്നെയാണോ? ഗ്രാൻഡ് പേ ആണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞതെന്ന് അവൻ അങ്ങനെ വിളിച്ചു കൂവാണ്. എയ്സിനാണെങ്കിൽ അത് കേട്ട് കാലി കയറി അവൻ പല്ലിറുമും. ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ ഷോക്കായിട്ട് അവനോട് പറയും, യു ആർ അൺബിലീവബിൾ. നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലൂഫി, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു കാരണവശാലും അവനോട് ഇത് ചോദിക്കാൻ പാടില്ല എന്ന്. ലൂഫി ഉടനെ അത് കേട്ട് തല താഴ്ത്തി നിൽക്കും. എയ്സ് ചാടി വന്ന് അവരുടെ രണ്ടുപേരുടെയും തലയിൽ ആഞ്ഞടിക്കുകയാണ്. രണ്ടാണെങ്കിൽ ഇപ്പൊ ആകെ ടെൻഷനാവും. അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, നമ്മൾ 3 പേരും ബ്രദേഴ്സ് അല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നിനക്കറിയാം, പക്ഷെ നിന്റെ കാര്യം മാത്രം നീ മറച്ചു വെച്ചു. നീ റിയൽ ബ്രദേഴ്സ് ആയിട്ട് ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് സത്യം എന്ന് ഞങ്ങൾ അറിയണം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയണം. അതിന് എയ്സ് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പേരും ഇന്നു മുതൽ ബ്രദേഴ്സ് അല്ല. കട്ട് ചെയ്ത ആ സാബൂൺ പൈററ്റ്സിനെ കാണിക്കും. അവരുടെ അടുത്തേക്ക് ആ ഫ്രണ്ടിന്റെ പപ്പ ആള് വരും. ആള് പറയും, എന്റെ മകൻ അവൻ ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ട്. അവൻ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടെത്തി അവനെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ഒരു ഫോട്ടോ ഇപ്പൊ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആന്റിയെ കാണിക്കും. അവളാണെങ്കിൽ പേപ്പറിൽ ഒരു ന്യൂസ് കണ്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. ഗോവ കിങ്ഡത്തിലേക്ക് ഇപ്പൊ പുതിയ ആളുകൾ വരികയാണ്. അത് മറ്റാരുമല്ല, ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ്. അവർ ആ ന്യൂസ് ഒക്കെ വായിച്ച് അങ്ങനെ ഷോക്കായിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.